So, hi everyone. So, I am just checking whether I can record because ഈ സാധനം is telling low light. ഞാൻ പറഞ്ഞു വരുമ്പോഴത്തേക്കും ഇത് മുഴുവൻ സ്റ്റക്ക് ആവുന്നുണ്ട്. ഐ ഡോണ്ട് നോ വൈ. എസ് ഡി കാർഡ് സ്പീഡ് ഉള്ളതാണ്, ബട്ട് എനിക്ക് ഈ സാധനം വാങ്ങിച്ചതിന് ശേഷം ഞാൻ എപ്പോഴൊക്കെ റെക്കോർഡ് ചെയ്യുന്നോ അപ്പോഴെല്ലാം ഒരു ലോ ലൈറ്റ് എന്ന് പറയും. എനിക്ക് പക്ഷേ ആവശ്യത്തിന് ലൈറ്റ് തോന്നുന്നുണ്ട്, ക്യാമറയ്ക്ക് ലൈറ്റ് പോരാൻ തോന്നുന്നു. ഓക്കെ, എനിവേസ്, അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്ത് തുടങ്ങിയതാണ്. പക്ഷേ എനിക്ക് പെട്ടെന്ന് ഇരുന്നപ്പോഴത്തേക്കും ഐ ജസ്റ്റ് ഗോട്ട് ആൻ ഐഡിയ. ലൈക്ക് ഞാൻ എന്തായാലും കുറേ നേരം ഫോണിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ഓരോ റീൽസ് എല്ലാം കാണുന്നു. ആൻഡ് റീസെൻ്റ്ലി എൻ്റെ ഇൻസ്റ്റാഗ്രാം റീൽസ് നല്ല അൽഗുരിതം ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ തരുന്നുണ്ട്. ഐ തോട്ട് ലൈക്ക് ഐ ഷുഡ് ഷെയർ ദാറ്റ് വിത്ത് യു. ബട്ട് എനിക്ക് ആ ഇൻഫർമേഷൻ ഞാൻ പ്രോസസ്സ് ചെയ്ത് ഞാൻ ട്രൈ ചെയ്ത് പിന്നെ റീൽ ഉണ്ടാക്കാനൊന്നും എനിക്ക് ടൈം കിട്ടാറില്ല. അതുവരെ വെയിറ്റ് ചെയ്യാനുള്ള പേഷ്യൻസ് എനിക്കില്ല. പിന്നെ ഞാൻ മറന്നും പോവും. എഴുതി വെക്കാമെന്ന് പറഞ്ഞാൽ എഴുതി വെച്ചതൊക്കെ തന്നെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഐ തോട്ട് ലൈക്ക് ഇതുപോലത്തെ ഒരു അൺഒഫീഷ്യൽ ഭയങ്കര പ്രൊഫഷണൽ അല്ലാത്ത ടൈപ്പ് ഓഫ് വീഡിയോസ് വേർ ഐ ക്യാൻ ഷെയർ സം കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ നല്ലതായിരിക്കുമല്ലോ. എനിക്ക് റീലും കാണാം, വീഡിയോ എടുക്കാം എന്നെനിക്ക് തോന്നി. അപ്പോൾ അത് മാത്രമല്ല, ഐ ലേൺ മെനി തിങ് വൈൽ ഐ വാച്ച് സംതിങ്. അപ്പം വെൻ ഐ വാച്ച് ഐ ഹിയർ ഇറ്റ്. എനിക്കത് ഒരു പ്രാവശ്യം വന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഇൻ മൈ മെമ്മറി. സോ ദാറ്റ്സ് ഹൗ മൈ ബ്രെയിൻ വർക്ക്സ്. അപ്പം ഞാനിത് കാണുന്നു, ഇവിടെ പറയുമ്പം ഒരു ഇമ്പോസിഷൻ പറയുന്നത് പോലെ ആവുമല്ലോ. ഐ തിങ്ക് അപ്പം നിങ്ങൾക്കും കേൾക്കാം, എൻ്റെ ഓർമ്മയിൽ നിൽക്കുകയും ചെയ്യും. ഐ തിങ്ക് ഇറ്റ്സ് എ win-win for both of us. അപ്പോൾ let me try. This is the first video which I am ലിങ്ക്ഡിനൊക്കെ ഓപ്പൺ ആവുന്ന ഇൻസ്റ്റാഗ്രാം കണ്ടുകൊണ്ടിരുന്നതാണ്. സോ ഞാൻ റീസെൻ്റ്ലി ഇപ്പം ഞാൻ കുറേ തന്നെ സ്ക്രോൾ ചെയ്തിരുന്നപ്പോഴത്തേക്കും ഞാൻ കണ്ടൊരു വീഡിയോ. ഐ വിൽ ഷോ ദാറ്റ് ഫസ്റ്റ്. ഇത് ആണ് ഞാൻ കണ്ട വീഡിയോ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു പർട്ടിക്കുലർ എന്താ ബ്രാൻഡിൻ്റെ, ഒരു ഐസ്ക്രീം ബ്രാൻഡിൻ്റെ ഒരു ഫ്ലെക്സിലത്തെ അഡ്വർടൈസ്മെൻ്റ് ആണ്. അവരതിനകത്ത് എഴുതിയിരിക്കുന്ന മെയിൻ കോപ്പി കാരണം കുറേ പേരൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കുറേ പേര് ഒട്ടും പ്രൊഫഷണൽ അല്ല. ഇതാണ് റോഡിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വെക്കുന്നത്, ആൾക്കാർ വായിക്കുന്നതല്ലേ, ആൻഡ് ചെറിയ പിള്ളേർ വായിക്കുന്നതല്ലേ, അങ്ങനെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഐ ഡോണ്ട് നോ, ബട്ട് എനിവേസ് ഞാനാണ് ആ ബ്രാൻഡിനെ ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ ഐ വോണ്ട് അപ്രൂവ് ദിസ് ടൈപ്പ് ഓഫ് തിങ് ടു കം ഇൻ എ ബിൽ ബോർഡ്. എത്രത്തോളം ക്യാച്ച് ചെയ്യാമെന്ന് പറഞ്ഞാലും ഒരു ബ്രാൻഡിന് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡായിട്ടാണ് നമ്മളതിനെ ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നെങ്കിൽ ഇത് ആ സ്റ്റാൻഡേർഡ് കളയുന്ന ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ബട്ട് ഇഫ് ഇറ്റ് ഇസ് നോട്ട് ദാറ്റ്, യു ആർ ലൈക്ക് യു ഡോണ്ട് ഹാവ് എ സ്റ്റാൻഡേർഡ്, യു ആർ ജസ്റ്റ് ബിഹൈൻഡ് ഓൾ ദ റീച്ച്, ജസ്റ്റ് ആ ലൈം ലൈറ്റിൽ നിൽക്കുക, അതിന് വേണ്ടി എന്തും ചെയ്യും, മേ ബി ആഫ്റ്റർ ഫ്യൂ ഇയേഴ്സ് ഐ വിൽ റീബ്രാൻഡ് എന്നൊക്കെയാണ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഓക്കെ, ഡു വാട്ട് എവർ യു വാണ്ട്. ബട്ട് ഇഫ് യു ആർ പ്ലാനിങ് ടു ഹാവ് എ ഗുഡ് ഐഡൻറ്റിറ്റി, പീപ്പിൾ വിൽ ഡെഫിനറ്റ്ലി ഇതെല്ലാം ഓർത്ത് വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ പരിപാടി ചെയ്യാൻ പോകുന്നത് ഇസ് നോട്ട് ദാറ്റ് അഡ്വൈസ്ഡ് ആസ് എൻ്റെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പെർസ്പെക്റ്റീവിൽ ഞാൻ പറഞ്ഞത്. സോ ദിസ് ഇസ് വൺ ഓഫ് ദി വീഡിയോ. ഞാനിത് ഇന്നലെ തൊട്ട് കാണുന്നുണ്ട്. വീഡിയോ അല്ല, ഫ്ലെക്സ് ഞാൻ ആദ്യം കണ്ട് ഇന്ന് വേറെ ആൾക്കാർ റിയാക്ട് ചെയ്യുന്ന വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. സോ ദ നെക്സ്റ്റ് വൺ. ആൻഡ് അത് കഴിഞ്ഞ് ഞാൻ കണ്ട വീഡിയോ ഇതാണ്. ദിസ് ഇസ് ലൈക്ക് മറ്റേ മേളിൽ ഒറിജിനൽ സിനിമയുടെ പാട്ട് പ്ലേ ആവുന്നുണ്ട്, താഴെ ആൾ എന്താ ലൈക്ക് പാട്ടിൻ്റെ ഓഡിയോ മ്യൂട്ട് ചെയ്തിട്ട് ആൾ പാടുക. ആൻഡ് ഹീ ഈസ് ആസ്കിങ് ഫോർ ഫോളോവേഴ്സ് ഓൾസോ. അപ്പോൾ താഴെ 500 ഫോളോവേഴ്സ് ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഐ മീൻ ലൈക്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് എ ഗുഡ് സ്ട്രാറ്റജി ബിക്കോസ് ലൈക്ക് നമ്മളെപ്പോഴും ഐ തിങ്ക് ഈവൻ ദോ ഇപ്പോൾ നമുക്ക് സ്കില്ലുണ്ടോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ പെർസ്പെക്റ്റീവിൽ ഒരു സെക്കൻഡറി കാര്യമാണ്. ബിക്കോസ് നമുക്കിപ്പോൾ ഒരു സ്കില്ലില്ലെങ്കിലും ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു സ്റ്റെപ്പ് ഇനിഷ്യേറ്റീവ് എടുക്കണമല്ലോ. ആ ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ ചിലപ്പോൾ അത് ഫ്ലോപ്പ് ആവും, വർക്കൗട്ട് ആവും, ചിലപ്പോൾ അത് വർക്കൗട്ട് ആവാതിരിക്കും. വർക്കൗട്ട് ആവുമോ ഇല്ലയോ എന്നുള്ളത് അറിയണമെങ്കിൽ ആദ്യം നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കണമല്ലോ. അപ്പോൾ ഈവൻ ഇഫ് യു ഡോണ്ട് ഹാവ് സ്കിൽ, നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ സ്കില്ലില്ല, നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സ്കില്ലില്ല, അല്ലെങ്കിൽ ഒരു കോണ്ടൻറ്റ് ചെയ്യാൻ അറിയത്തില്ല, ഇപ്പോൾ ഇതെല്ലാം അറിഞ്ഞിട്ടല്ലല്ലോ എല്ലാവരും ഇരിക്കുന്നത്. ഫസ്റ്റ് ടൈം ചെയ്യും, ദെൻ യു വിൽ ഗെറ്റ് ദ ആംഗിൾ. ഓക്കെ, ഇങ്ങനെ ചെയ്യണം, ഇവിടെ ഇവിടെ ക്യാമറ വെക്കണം, ഇങ്ങനെ ഞാൻ സംസാരിക്കണം, ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത് സംസാരിക്കുന്നത് എനിക്ക് നല്ലത്, എനിക്ക് സ്ക്രിപ്റ്റ് ഇല്ലാതെ ഹാൻഡിൽ ചെയ്യുന്നത് നല്ലത്. ഇതെല്ലാം നിങ്ങൾ ഓൺ ദ ഗോ ഫിഗർ ഔട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ നിങ്ങൾക്ക് അറിഞ്ഞുകൊടുത്തൊരു കാര്യമാണെങ്കിലും ഗിവ് എ ട്രൈ. ഈ ട്രൈ എന്ന് പറയുന്നത് ഐ തിങ്ക് യു ക്യാൻ ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാലേ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കില്ല. മേക്ക് ഓപ്പർച്യൂണിറ്റീസ് ബൈ യുവർ സെൽഫ്. ലൈക്ക് നിങ്ങൾ അതിനൊരു പ്രൊജക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക, ആ പ്രൊജക്റ്റിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുക. നമ്മളെപ്പോഴും മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിവാർഡ് കിട്ടിയാലേ വർക്ക് ചെയ്യുള്ളൂ എന്നുള്ളൊരു സംഭവം നമുക്കുണ്ട്. ആ റിവാർഡ് അങ്ങ് മാറ്റി വെച്ചിട്ട് ഐ വിൽ ജസ്റ്റ് ട്രൈ, ഇതെങ്ങനെയുണ്ട്, ഇതെനിക്ക് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള ഒരു റിവാർഡും എക്സ്പെക്റ്റ് ചെയ്യാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആ റിവാർഡ് എക്സ്പെക്റ്റ് ചെയ്യാതെ നമ്മൾ ട്രൈ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് നിങ്ങൾ ഏതുവരെ നിങ്ങൾക്ക് ചെയ്യാൻ കേപ്പബിൾ ആണ്. ആൻഡ്
ആ ചെയ്യാൻ പറ്റാത്ത കാര്യത്തിൻ്റെ പോയിൻറ്റും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ലൈക്ക് വൈ യു ആർ നോട്ട് ഏബിൾ ടു ഡു ഇറ്റ് എന്നുള്ളത്. ആ പോയിന്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതും വലിയൊരു ചലഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ പോയിന്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ദെൻ ഇറ്റ്സ് ഈസി, ബിക്കോസ് ആ പോയിന്റ് ഇമ്പ്രൂവ് ചെയ്യുന്ന സ്റ്റെപ്പ് നിങ്ങൾ ചെയ്താൽ മതി. ഇതൊന്നും ചെയ്യാതിരുന്ന ഏത് പോയിന്റ് വരെ നിങ്ങൾക്ക് എത്താൻ പറ്റുമെന്നും ഏത് പോയിന്റിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. സോ എൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ എല്ലാ കാര്യവും ചെയ്യുന്നത് അങ്ങനെയാണ്. ഇറ്റ്സ് ലൈക്ക് എനിക്ക് ന്യൂ ആയിട്ടുള്ളൊരു ടോപ്പിക് കിട്ടിക്കഴിഞ്ഞാൽ ഐ സ്റ്റാർട്ട് ലേണിംഗ് അബൌട്ട് ഇറ്റ്, ഐ സ്റ്റാർട്ട് ഇംപ്ലിമെൻറ്റിങ് അബൌട്ട് ഇറ്റ്. അത് കണ്ടിന്യൂസ് പ്രോസസ് ആകും. ചിലപ്പോൾ ഐ ബി ലേസി, എല്ലാം കണ്ടിന്യൂസ്ലി റെഗുലർലി ചെയ്യാൻ പറ്റണമെന്നില്ല. ബട്ട് ഐ കീപ്പ് ഇൻ ടച്ച്. എനിക്ക് ഒറ്റയടിക്ക് എല്ലാം കൂടി ഇരുന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് സ്ട്രെസ്ഡ് ആവുന്ന പോലെ തോന്നും. അപ്പോൾ ഇന്ന് ചെയ്ത് ചിലപ്പോൾ നെക്സ്റ്റ് വീക്ക് ആയിരിക്കും എന്നെ കണ്ടിന്യൂഷൻ ചെയ്യുന്നത്. അതെല്ലാം ഓരോരുത്തരുടെയും ഒരു ഫോമാറ്റ്, ഒരു വർക്കിംഗ് പാറ്റേൺ ഉണ്ടല്ലോ, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും. ലൈക്ക് നിങ്ങളുടെ ഒരു വേ ഓഫ് വർക്കിംഗ് എങ്ങനെയാണ്, നിങ്ങളുടെ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളതൊക്കെ. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അതുപോലത്തെ ഓരോ സ്കിൽസ് നമ്മൾ പഠിക്കുമ്പോഴും, ഞാൻ സെൽഫ് ലേൺ ചെയ്തൊരു വ്യക്തിയാണ് വർഷങ്ങൾക്ക് മുന്നേ. അപ്പോൾ ഞാൻ സെൽഫ് ലേൺ ചെയ്തപ്പോഴും ആ ടൈമിൽ ഈ കോഴ്സസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ സെൽഫ് ലേൺ ചെയ്തപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കി. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം അത് എത്രത്തോളം സക്സസ്ഫുൾ ആണ്, ഫെയിലിയർ ആണ് എന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. അത് ഡീപ്പറായി നമ്മൾ തന്നെ അനലൈസ് ചെയ്യുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് ലൈക്ക് ഓക്കെ ഇത് ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആവും എന്നുള്ളത്. പിന്നെ ഇത് മുഴുവൻ ഞാൻ തിങ്ക് ചെയ്യുന്നത് മാത്രമല്ല, നമ്മൾ കുറേ റെഫർ ചെയ്യുന്നുണ്ട്, യൂട്യൂബ് വീഡിയോസ് വേറെ നോക്കുന്നുണ്ടാവും, ബ്ലോഗ്സ് വായിക്കുന്നുണ്ടാവും, വേറെ ആർക്കെങ്കിലും സംസാരിക്കുന്നുണ്ടാവും. ഇതിൽ നിന്ന് കിട്ടുന്ന എല്ലാ ബിറ്റ്സ് ആൻഡ് പീസസ് എല്ലാം കൂടെ കൂട്ടി വയ്ക്കുമ്പോൾ യു വിൽ ഗെറ്റ് എ ക്ലിയർ ക്ലാരിറ്റി ലൈക്ക് എങ്ങനെ ചെയ്താൽ എന്ത് വർക്കൗട്ട് ആവും എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ എല്ലാ കാര്യവും ഞാൻ സെൽഫ് ലേൺ ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് ഈ കമ്പനി ഒരു ഓപ്പർച്യൂണിറ്റി തരണം അല്ലെങ്കിൽ എനിക്കൊരു പ്രോജക്റ്റ് വരുമ്പോൾ ഞാൻ ട്രൈ ചെയ്യാം എന്നുള്ളൊരു മെൻറ്റാലിറ്റി അല്ല. സോ എനിക്ക് തോന്നുന്നു ദാറ്റ് മെൻറ്റാലിറ്റി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ട്രൈ ഇറ്റ്. അപ്പോൾ ഈ പാട്ട് പാടിയത് കണ്ടപ്പം എനിക്ക് അങ്ങനത്തെ കാര്യം പറയാൻ തോന്നിയത്. ദിസ് ഈസ് എക്സാക്ട്ലി വൈ ഞാൻ ഇതുപോലത്തെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ബിക്കോസ് എനിക്ക് ഇങ്ങനത്തെ ടോപ്പിക്സ് ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലും കാണുമ്പോൾ മാത്രമേ എൻ്റെ മൈൻഡിൽ വരുന്നത്. അല്ലാതെ ഒരു യൂട്യൂബ് വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആലോചിക്കുമ്പം എനിക്കൊരു ടോപ്പിക്കും കിട്ടത്തില്ല, ആ ടോപ്പിക്കിനെ പറ്റി ഒന്നും പറയാനും പറ്റത്തില്ല. ബട്ട് ഐ ഹാവ് മെനി തിങ്സ് ടു ടെൽ, ബട്ട് വിത്തൗട്ട് എ റീസൺ ഐ കാൺ ടെൽ. അപ്പം ഐ തിങ്ക് ദിസ് ഇസ് വർക്കിംഗ് ഔട്ട്. എനിക്കറിയത്തില്ല ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വന്നാൽ വർക്കൗട്ട് ആയോ എന്താണെന്നുള്ളത് അറിയാൻ പറ്റും. സോ ദ നെക്സ്റ്റ് തിങ് ഐ ഗോട്ട് ആൻ ആഡ്. അടുത്ത് എനിക്കൊരു ആഡാണ് വന്നത്. ഇൻ ആപ്പ് റിവാർഡ് ഈക്വൽ ടു ഗ്രോത്ത്, ലോഞ്ച് യുവർ റിവാർഡ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഐ തിങ്ക് നമ്മൾ ഈ ഇതുണ്ടല്ലോ, അതിന് എന്താ പറയുക, റിവാർഡ് പോയിൻറ്റിന് വേറെ എന്തോ പറയത്തില്ലേ, റിവാർഡ് പോയിൻ്റ് എന്ന് തന്നെയാണെന്ന് തോന്നല്ലേ പറയുന്നത്. നമ്മൾ ചില ഷോപ്സ് റിവാർഡ് പോയിൻ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. ഐ തിങ്ക് ദർ വാസ് സം അതർ നെയിം ഫോർ ദറ്റ്. ഈ മാത്സിലൊക്കെ നമ്മളൊരു സംഭവം ഉണ്ടല്ലോ, ഇനി റിവാർഡ് പോയിന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഐ എം നോട്ട് ഗെറ്റിംഗ് ഇറ്റ്, ബട്ട് എനിക്കെന്തോ വേറെ വേർഡ് ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ ലോയാലിറ്റി പ്രോഗ്രാം എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഐ ഗോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദിസ് വേർഡ്. എന്നിട്ട് എൻ്റെ മെമ്മറിയിലത്തെ ആ വേർഡ് മറന്നും പോയി. ലോയാലിറ്റി പോയിന്റ് എന്നുള്ളത് റിവാർഡ് പോയിന്റ് ആയിപ്പോയി. ഓ, ഹൗ ഇൻഫ്ലുവൻസ് ഈ ഒരു സാധനം തരുന്നുണ്ട്, ഈ ഒരു മൊമെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ലൈക്ക് ഇഫ് യുവർ ബ്രാൻഡ് ഡസൻ ഹാവ് എ ലോയാലിറ്റി പ്രോഗ്രാം, ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ഹാവ് ഇറ്റ്. ഈ ആഡ് കണ്ടുകൊണ്ട് എനിക്ക് പറയാൻ തോന്നിയതാണ്. ആൻഡ് കണ്ടോ, ഈ പറഞ്ഞ പോയിന്റ്സ് ഒന്നും എനിക്കൊരു വീഡിയോ ചെയ്യണമെന്നുള്ള രീതിയിൽ എനിക്ക് ഓർമ്മ വരത്തില്ല. നമ്മൾ പല ബ്രാൻഡ്സിൻ്റെയും അവരുടെ ഒരു കസ്റ്റമർ അക്വസിഷൻ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ റീറ്റെയിൻ ചെയ്ത് നിൽക്കുക എന്നുള്ളത്, ലൈഫ് ടൈം വാല്യൂ ഓഫ് ദ കസ്റ്റമർ, ഇതെല്ലാം നമ്മൾ നോക്കുമ്പം ഇഫ് യു ഹാവ് എ ലോയാലിറ്റി പ്രോഗ്രാം ആൻഡ് ആ ലോയാലിറ്റി പ്രോഗ്രാം പ്രോപ്പർലി മാനേജ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ഹൈ കസ്റ്റമർ റിട്ടൻഷൻ. ഞാൻ ഏതൊക്കെയോ റിസർച്ച് പേപ്പേഴ്സിൽ ഇത് വായിച്ചിട്ടുണ്ട്, കുറേ വർഷങ്ങൾക്ക് മുന്നേ വായിച്ചതാണ്, ഞാൻ മറന്നുപോയി. ബട്ട് ദിസ് ഇസ് എ തിങ് വിച്ച് ഇസ് ഓൾറെഡി സേവ്ഡ് ഇൻ മൈ ബ്രെയിൻ. So this is a thing. So this is the third thing I saw. The fourth thing is a video. The fourth thing is a video where a person is telling wrong circles can really piss you off എന്നുള്ളത്. That's also true. This is a video. അപ്പോൾ and he is telling a story. I am not seeing the story. So ഈ പോയിന്റിനെ പറ്റി എനിക്ക് പറയാനുണ്ട്. റോങ് സർക്കിൾ ആക്ച്വലി അഫക്ട്സ് യു. നമ്മൾ ആരുടെ കൂടെ നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് നിന്നാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഒറ്റയ്ക്കാണോ നിൽക്കുന്നത്, നമ്മുടെ കൂടെ ആരുണ്ട് എന്നുള്ളത് ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു കാര്യമാണ്. ബിക്കോസ് നമ്മൾ ഒരു ഇപ്പം നമ്മൾ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളൊരു സർക്കിളിലാണ് നിൽക്കുന്നെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ബെനിഫിറ്റ് ഓർ വൈബാണ് നമുക്കുള്ളത്. എല്ലാവരും ഭയങ്കര ഗ്രോത്ത് ഓറിയൻറ്റഡായി ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു ഗ്രൂപ്പിലാണ് നിൽക്കുന്നെങ്കിൽ വിൽ ഓൾസോ ഗെറ്റ് ഇൻസ്പയർഡ് ബൈ വി ഓൾസോ വോണ്ട് ടു അച്ചീവ് സംതിങ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് വരും. മൈൻഡ് സെറ്റ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം അച്ചീവ് ചെയ്യാനുണ്ടെങ്കിൽ മൈൻഡ് സെറ്റ് ഇല്ലാതെ ഒരു കാര്യവും അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. അത് വലിയൊരു സത്യമാണ്. ആ സത്യം എന്ത് മനസ്സിലാവുന്നതും അറിഞ്ഞോടാത്ത ആൾക്കാർ എന്ത് മനസ്സിലാവുന്നുള്ളത് എനിക്കറിയത്തില്ല. ബട്ട് ദാറ്റ്സ് എ തിങ്. അപ്പം നിങ്ങൾ നിൽക്കുന്ന സർക്കിളിൽ
ഒരുവിധം എല്ലാവരും ഒരു 30,000 റേഞ്ച് സാലറിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവർക്ക് ആർക്കും ഒരു 40,000 അല്ലെങ്കിൽ അങ്ങനെ അച്ചീവ് ചെയ്ത് പോകണം, കമ്പനി മാറണം. കമ്പനി മാറി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സ്ക്രീൻ ഓഫായി പോകുന്നുണ്ട്, സോറി. അപ്പം നിങ്ങൾ നിൽക്കുന്ന ഗ്രൂപ്പിലെല്ലാവരും ഇപ്പം അച്ചീവ് ചെയ്ത് ഹയർ പൊസിഷൻ അച്ചീവ് ചെയ്ത് പോകണം, കമ്പനി ജമ്പ് ചെയ്ത് ഹയർ സാലറി പോകണം, ഇപ്പം നിൽക്കുന്ന ചെറിയൊരു കമ്പനിയിൽ നിന്ന് വലിയൊരു MNCയിൽ എത്തണം എന്നുള്ള ഗോൾസ് വെച്ച് അവർ അത്രയും വർക്ക് ചെയ്ത് അവർ റിസ്ക് എടുത്ത് ഒരു കമ്പനിയിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു സാധനമാണ് നമ്മൾ ചുറ്റിനും കാണുന്നെങ്കിൽ നമ്മളും അങ്ങനെയായിരിക്കും മോസ്റ്റ്ലി ചെയ്യാൻ ചാൻസ് ഉള്ളത്. ബിക്കോസ് ആ ഫ്രണ്ട് ചെയ്തു, അവന് സക്സസ്ഫുള്ളായി, അവന് വേറെ കമ്പനി ജോലി കിട്ടിയില്ല, അവൻ ആ ജോബ് വിട്ടിട്ട് വേറെ കമ്പനി നോക്കി. ഈവൻ ദോ 1 month 2 month എടുത്തിട്ടാണെങ്കിലും ഈ ഗോട്ട് എ ബെറ്റർ സാലറി, ബെറ്റർ ജോബ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. നമ്മളതിൽ ഇൻഫ്ലുവൻസ് ആവും, നമ്മളതിൽ ഇൻഡയറക്ട്ലി മോട്ടിവേറ്റഡ് ആവും. എൻ്റെ സെയിം ടൈം നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഭയങ്കര റിസ്ക് ടേക്കേഴ്സ് ഒന്നും അല്ല, അവർ ഭയങ്കര സ്റ്റേബിളായി നിൽക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇപ്പോൾ അവർക്ക് 30,000 കിട്ടുന്നു, അവർ 32,000 അല്ലെങ്കിൽ 35,000 കിട്ടി 1 year കഴിഞ്ഞപ്പം. അവർ കമ്പനി മാറുന്നില്ല, ജോബ് മാറുന്നില്ല, വേറെ ജോബ് നോക്കുന്നില്ല. ആൻഡ് ആ പറയുന്ന ആൾക്കാർ എന്ത് പറയും, ഇവിടെ തന്നെ നിൽക്കുന്നതാണ് നല്ലത്, വേറെ കമ്പനി പോയി കഴിഞ്ഞാൽ ആ കമ്പനിയിലത്തെ എൻവയോൺമെൻറ്റ് എങ്ങനെയാണെന്ന് അറിയത്തില്ല, കമ്പനി സാലറി തരുമോ അറിയത്തില്ല, കമ്പനിയിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് അറിയത്തില്ല, ഇതാകുമ്പോൾ സേഫാണ്, ഈ ജോബ് സെക്യൂരിറ്റി ഉണ്ട്, എനിക്ക് ഇത്രയെങ്കിലും കിട്ടി, എനിക്ക് ഹയർ പൊസിഷൻ കിട്ടുന്നുണ്ട്, ആൻഡ് ഐ ആം ഓക്കെ ഹിയർ. ആ കംഫർട്ട് ലെവലിൽ ഇരുന്ന് നിൽക്കുന്ന ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നെങ്കിൽ നമ്മുടെ ലൈഫിലത്തെ ഓരോ കാര്യങ്ങളും നമ്മൾ കൈൻഡ് ഓഫ് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് നമ്മളും കംഫർട്ട് ലെവലിൽ പോകാനേ നോക്കത്തുള്ളൂ. നാളെ പോയി വലിയൊരു റിസ്ക് എടുക്കുക എന്നുള്ളതല്ല, ബട്ട് എന്ത് വൈബിൽ ആണ് നമ്മൾ നിൽക്കുന്നത്, ചുറ്റിനും നിൽക്കുന്നത്, അപ്പോൾ അത് നമ്മൾ ഇൻഫ്ലുവൻസ് ആവുന്നത്. അപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ എപ്പോഴും വലിയൊരു ഫാക്ടറാണ്. നിങ്ങൾ ഒറ്റയ്ക്കൊക്കെ നിൽക്കുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല, ബട്ട് ഞാൻ കുറേ വർഷമായി എൻ്റെ ഓൺ ഇൻഡിവിജ്വൽ ഡിസിഷൻസിൻ്റെ ബേസിസിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എനിക്കത് പറ്റുമെന്നുള്ളതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ഞാൻ ഡൗൺ ആവാറുള്ള പോയിൻ്റ് ഉണ്ട്, ഞാൻ ഇൻസ്പയർഡ് ആവുന്ന ടൈമുണ്ട്, അതെല്ലാം ഉണ്ട്. ബട്ട് ഐ നോ എനിക്കത് കൈൻഡ് ഓഫ് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. എക്സ്പേർട്ട് എന്നല്ല പറയുന്നത്, ഐ വിൽ സംഹൗ മാനേജ് ഇറ്റ്. അപ്പോൾ അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ നമ്മുടെ ഇന്നർ ഇൻസ്റ്റിങ്ക്റ്റിനെ ബിലീവ് ചെയ്ത് കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുക. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നാലും കൂടെ നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ചുറ്റിനുള്ള എൻവയോൺമെൻറ്റ് ഓൾവേസ് ഒരു ഫാക്ടറാണ് നമ്മുടെ ഗ്രോത്തിനും നമ്മുടെ മൈൻഡ് സെറ്റിനും. സോ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പ്ലനേഷനാണ് തോന്നിയത്. സോ ദിസ് ഇസ് എ വീഡിയോ. നെക്സ്റ്റ് ഇസ് എ വീഡിയോ വിച്ച് ഇസ് ടെലിംഗ് അബൌട്ട്, ഓഡിയോ ഇല്ലാത്തതുകൊണ്ട് കേൾക്കാൻ പറ്റുന്നില്ല. It's about diet, nutrition. I'm not going to talk anything about that. But I'm somewhat conscious, not like so super conscious എന്നുള്ളതല്ല, but like നമുക്കൊരു ബേസിക് ഫുഡിനെ പറ്റി നമുക്കറിയാമല്ലോ. ഓക്കെ, കുറേ ഫ്രൈഡ് ഫുഡ് കഴിച്ചാൽ ഇങ്ങനെ പറ്റും, അല്ലെങ്കിൽ കുറേ ഷുഗറി ഫുഡ് കഴിച്ചാൽ ഇങ്ങനെ പറ്റും. മറ്റേ സ്വന്തം കുറേ വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് ചെറുതായിട്ട് പ്രായമൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ എന്താണ് കുറേ ഷുഗർ കഴിച്ചാൽ തലവേദനിക്കും, അല്ലെങ്കിൽ അങ്ങനെ എനിക്കറിയത്തില്ല ഷുഗർ കഴിച്ചാൽ തലവേദനിക്കും എന്നുള്ളതല്ല, ഓരോരുത്തർക്കും ഓരോന്നാണല്ലോ. അപ്പം എന്ത് കഴിക്കുമ്പോൾ എന്ത് എഫക്റ്റ് ആവും എന്നുള്ളത് നമ്മൾ തന്നെ അനലൈസ് ചെയ്യുമ്പോൾ കൈൻഡ് ഓഫ് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് ചെറുതായിട്ടൊക്കെ പോകാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ പോകുന്നത്, അല്ലാതെ ഭയങ്കര കാൽക്കുലേഷൻ അല്ല. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഫുള്ളി കാണാത്തത്. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു ആഡ് ആവുന്നേക്കുന്നത് സർട്ടിഫൈഡ് കോച്ച് ടുഡേ. ഏതോ ഒരു കോച്ചിങ് പ്രോഗ്രാം, ഒരു കോച്ച് ആകാം എന്നുള്ള സംഭവം ആണ് ഇവരിതിൽ പറയുന്നത്. എന്ത് കോച്ച്? ലൈഫ് കോച്ചാണോ? ലൈഫ് കോച്ച്. നിങ്ങൾ എത്ര പേര് ലൈഫ് കോച്ചിങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ട്? ഓ ഗോഡ്, എൻ്റെ കാല് ഇവിടെ തറയിലിരിക്കുന്നത് അത്ര സുഖമായ ഒരു പരിപാടിയല്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾ എത്ര പേര് ലൈഫ് കോച്ചിങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ട്? ലൈഫ് കോച്ചിങ് സംവാട്ട് ഒരു ഭയങ്കര ട്രെൻഡിങ് കരിയർ പോലെ ഇപ്പോൾ വന്നിരിക്കുന്നത്. ബട്ട് ദ തിങ് ഇസ് ലൈഫ് കോച്ചിങ് എന്ന് പറയുന്നത് എൻ്റെ നോളജ് അനുസരിച്ച് അതിനൊരു പെർട്ടിക്കുലർ ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷനൊക്കെ കൊടുക്കുന്ന ഓരോ ബോഡി ഉണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് ഒരു പ്രോപ്പർ സംഭവം. നമ്മൾ പറയത്തില്ല BTech എന്ന് പറയുന്നത് പോലെ അങ്ങനെ ഒരു ഡിഗ്രി സംഭവമല്ല. അതൊരു ഓർഗനൈസേഷൻ കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കേഷനാണ്. അങ്ങനെ അതിനെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം അതൊരു കരിയർ ഓപ്ഷനാണോ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ കരിയർ ഓപ്ഷൻ. ബട്ട് ലൈക്ക് എന്താ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് ആണെങ്കിലും ഒരു ലൈഫ് കോച്ച് ആണെങ്കിലും നമുക്ക് കുറേ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഐ തിങ്ക് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദറ്റ് സിറ്റുവേഷൻ ഇൻ എ ഡീപ്പർ ലെവൽ. കുറച്ചും കൂടെ ഡീപ്പറായി ആ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബട്ട് നമുക്ക് ആ ഒരു ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ചുറ്റിനുള്ള ആരിലും നമ്മൾ അങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടില്ലെങ്കിൽ, ഒരു ലൈവ് എക്സ്പീരിയൻസ് കണ്ടിട്ടില്ല എങ്കിൽ
തിയറിറ്റിക്കലി മാത്രമുള്ള കാര്യം വെച്ച് നമുക്ക് കുറേ കാര്യമൊന്നും ഡീപ്പർ ലെവൽസിൽ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സോ ദ സെയിം തിങ് ഫോർ ബട്ട് സൈക്കോളജിയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ തിയറിറ്റിക്കലി കുറേ കാര്യം പഠിക്കുന്നുണ്ട്. ലൈക്ക് ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടായാൽ അത് ഇന്ന കാര്യത്തിനെയും എഫക്റ്റ് ചെയ്യുമെന്നുള്ളത് അത് ഒരു നല്ല നോളജബിൾ തിങ് ആണ്. ബട്ട് ലൈഫ് കോച്ചിൽ വരുമ്പം ഞാൻ കുറേ പേര് അതിൻ്റെ സർട്ടിഫിക്കേഷൻ എടുക്കുന്നതും അതിൻ്റെ സിലബസും അതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സൈക്കോളജിയുടെ അത്രയും ഐ ഡോണ്ട് തിങ്ക് ഒരു സംഭവം അതിൻ്റെ അകത്ത് വരുന്നുണ്ടെന്നുള്ളത്. അതിലും ഐ തിങ്ക് ഇഫ് യു ഹാവ് മോർ എക്സ്പീരിയൻസ്, if you have more personal experience, or if you have seen, experienced, got exposure in different life experiences, ഒരു better life coach ആവാൻ പറ്റുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. I am not going to do a detailed thing about it because ഞാൻ ലൈഫ് കോച്ചിങ്ങിനെ പറ്റി കൂടുതൽ നോക്കിയിട്ടില്ല. I am എന്താണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് സൈക്കോളജി ഞാൻ ചെയ്തിട്ടുണ്ട്. ബട്ട് ലൈഫ് കോച്ച് എന്നുള്ളൊരു ടോപ്പിക്കിൽ അവർ എന്തൊക്കെയാണ് കവർ ചെയ്യുന്നത് ഒരു കോഴ്സ് പഠിക്കുമ്പോൾ എന്നുള്ളത് എനിക്ക് അറിഞ്ഞോടത്തോളം ഞാൻ ഒന്നും പറയുന്നില്ല. സോ ദിസ് ഇസ് അബൌട്ട് എ കോഴ്സ്. Next one is about a Singapore thing. It's like ഒരു എന്താ പറയുക, ഐ തിങ്ക് ഇറ്റ്സ് ഒരു ഷോപ്പിംഗ് ഏരിയയിൽ അവിടുത്തെ ഒരു പേഴ്സൺ റൂഡായി പെരുമാറിയ ഒരു വീഡിയോ ആണിത്. ആൻഡ് ഇതൊരു അമേരിക്കൻ ടൂറിസ്റ്റ് റെക്കോർഡ് ചെയ്ത് സിംഗപ്പൂരിലത്തെ കടയിൽ നിൽക്കുന്ന ആളുടെ റെസ്പോൺസ് ഭയങ്കര റൂഡായി എന്നുള്ളൊരു ടോപ്പിക്കാണ്. നോട്ട് ഗോയിങ് ടു കമൻറ്റ് ഓർ റെസ്പോണ്ട് എനിത്തിങ് റിലേറ്റഡ് ടു ഇറ്റ്. പിന്നെ ഒരു നെക്സ്റ്റ് വൺ ഇസ് സാസ് കമ്പനീനെ പറ്റി എന്താ പറയുന്നത്. സാസ് കമ്പനി എല്ലാം ഇസ് ഡെഡ്, അതിൽ പ്രത്യേകിച്ച് സ്കോപ്പ് ഒന്നുമില്ല എന്നോ എന്താ പറയുന്നതാണ്. ഇറ്റ്സ് സംതിങ് വിത്ത് പ്രൂഫ് ഐ ഗെസ്. അവർ ജസ്റ്റ് മറ്റേ സ്റ്റോക്സ് ഒക്കെ IT സ്റ്റോക്സിൻ്റെ വാല്യൂ എല്ലാം ഡൗൺ പോയില്ലേ, അതിൻ്റെ ബേസിസിൽ പറഞ്ഞിരിക്കുന്ന വീഡിയോ ആണെന്ന് തോന്നുന്നു. സ്റ്റോക്കിനെ പറ്റി പറയുന്നത്, സ്റ്റോക്കല്ല, ഈ ഒരു AI കാരണം സാസ് കമ്പനീസിന് എന്ത് പറ്റി എന്നുള്ള വീഡിയോ ആണെന്ന് തോന്നുന്നു. ഇതിൽ ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഐ വിൽ ജസ്റ്റ് ടെൽ അബൌട്ട് വാട്ട് ഐ സോ. സോ ബേസിക്കലി ആൻഡ്രോപിക് ആണെന്ന് തോന്നുന്നു. ആൻഡ്രോപിക് ഐ തിങ്ക് സോ. ഏതോ ഒന്നിൻ്റെ ഒരു ഹയസ്റ്റ് മോഡൽ വേർഷൻ വന്നിട്ടുണ്ട്. എല്ലാ വീക്കും എല്ലാ ദിവസവും എന്തൊക്കെയോ പുതിയ AI മോഡൽ വരുന്നുണ്ട്. എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതിനെ പറ്റി കറക്റ്റ് പേര് പറയാൻ എനിക്ക് ഓർമ്മയില്ല. സോ ഇത് പിന്നെ അങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ അല്ല, അതുകൊണ്ട് പിന്നെ എനിക്ക് അത്ര റിസർച്ചിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഞാൻ കണ്ട സംഭവം എനിക്ക് ഓർമ്മയുള്ളത് ഞാൻ പറയാം. സോ ഈ ആൻഡ്രോപിക് ഈ AI ഏജൻസ് ഉണ്ടല്ലോ, AI ഏജൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം AI ഏജൻസ് എന്തിനാ എന്ന് പറയുന്നത് അറിഞ്ഞൂടാത്ത ആൾക്ക് മനസ്സിലാവാനാണ്, അറിയുന്ന ആൾക്കാരും മിണ്ടാതിരിക്കാം. ബിക്കോസ് ഞാൻ വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്കും ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ വീഡിയോയിൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് പറയാനുള്ള വീഡിയോയിൽ എനിക്ക് ഫുൾ ചരിത്രം പറയാൻ പറ്റത്തില്ലല്ലോ. അവിടെ വരും എക്സ്പേർട്സ്, ഞാൻ ഇത് പറഞ്ഞില്ല അതിൻ്റെ അപ്പുറത്തുള്ള പറഞ്ഞില്ല എന്നുള്ളത്. ഇവർ ഒരു കോമൺ സെൻസ് വെച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവത്തില്ല ആ ഒരു വീഡിയോയിൽ എല്ലാം കൂടെ പറയാൻ പറ്റില്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതിലിങ്ങനെ പറഞ്ഞത്. സോ ഈ AI ഏജൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ടാസ്ക് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഏജൻറ്റിനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആ ഏജൻറ്റ് ഓരോ പർപ്പസിന് നമ്മൾ ഓരോ ഏജൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് എൻ്റെ കമ്പനിയിൽ കസ്റ്റമർ സപ്പോർട്ടുണ്ട്. കസ്റ്റമർ സപ്പോർട്ടിൽ എല്ലാവരും കോൾ ചെയ്യും ക്ലയൻസിന്. അപ്പോൾ ആ വർക്ക് എനിക്ക് ഓട്ടോമേറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഒരു AI ഏജൻറ്റിനെ ഉണ്ടാക്കി ആ ഏജൻറ്റ് എൻ്റെ കസ്റ്റമേഴ്സിനെല്ലാം വിളിക്കുന്ന ഒരു കോൾ ചെയ്യുന്ന ഒരു കസ്റ്റമർ സപ്പോർട്ട് ഏജൻറ്റിനെ എനിക്ക് AI ഏജൻറ്റ് വെച്ച് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആ ഏജൻറ്റ് ഫുള്ളി കോൾസ് എല്ലാം ഹാൻഡിൽ ചെയ്യും. ദാറ്റ്സ് എ തിങ്. അപ്പോൾ ഈ ഏജൻറ്റ് നമ്മൾ നേരത്തെ ചെയ്തിരുന്നതിനെക്കാട്ടിലും ഹയർ അഡ്വാൻസ് ലെവലിലത്തെ ഓപ്ഷൻസ് ഇപ്പോൾ വന്ന ആൻഡ്രോപിക് അപ്ഡേറ്റിലാണെന്ന് തോന്നുന്നു ഉള്ളത്. അപ്പോൾ അത് വന്നപ്പം വാട്ട് ഹാപ്പൻഡ് ഇസ് ലൈക്ക് ദ സ്റ്റോക്ക് IT സ്റ്റോക്സിൻ്റെ വാല്യൂ ഡൗൺ ആയി. അപ്പോൾ ഡൗൺ ആയപ്പോൾ അവരതിൻ്റെ കുറേ കാര്യങ്ങളെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ വന്നിരുന്നു. സോ ബേസിക്കലി നമ്മുടെ നാട്ടിലത്തെ കുറേ IT സെക്ടറാണല്ലോ ബൂം ചെയ്ത് നിൽക്കുന്നതും കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതും. അതായത് ഇപ്പം ഇൻഫോസിസ് അങ്ങനത്തെ പല കമ്പനീസ് ഉണ്ടല്ലോ. ആ കമ്പനീസ് എല്ലാം വെളിയിലത്തെ പല പ്രൊജക്റ്റ് എടുത്ത് ഔട്ട്സോഴ്സ്ഡ് പ്രൊജക്റ്റാണല്ലോ അവർ ചെയ്യുന്നത്. അപ്പോൾ ആ പ്രൊജക്ട്സ് ഒക്കെ ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള AI മോഡൽ എന്തുവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആ AI മോഡൽ ഈ IT കമ്പനിയിൽ ചെയ്യുന്ന കുറേ ജോബ്സ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി IT കമ്പനിയിലത്തെ കമ്പനി ഉണ്ടാവുമെന്നോ അല്ലെങ്കിൽ IT കമ്പനിയിൽ അങ്ങനെ ഒരു ജോബ് ഉണ്ടാവുമെന്നോ അറിയത്തില്ല. അപ്പോൾ അങ്ങനെ അത്രയും കേപ്പബിലിറ്റി ഉള്ളൊരു AI മോഡൽ വന്നപ്പോൾ IT സ്റ്റോക്സ് ഡൗൺ ആയി. ഇതാണ് അതിൻ്റെ സംഭവം. ആധികാരികമായി പറഞ്ഞല്ല, വേറെ ആരെങ്കിലും യൂട്യൂബിൽ ആധികാരികമായി പറഞ്ഞിട്ടുണ്ടാവും, ഞാനും അവരുടെയൊക്കെ വീഡിയോ കണ്ടത്. അപ്പോൾ അങ്ങനെ ആധികാരികമായി അറിയണമെങ്കിൽ അവിടെ പോകും. ഇതെൻ്റെ വേർഷനാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ കൺക്ലൂഷൻ. അപ്പോൾ ആ സംഭവം എല്ലാം ഡൗൺ ആയി പോയതുകൊണ്ട് ബേസിക്കലി ഇപ്പോൾ ഈ IT കമ്പനീസിന് അവർക്കൊരു സാസ് പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, അക്കൗണ്ടിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള സാസ് പ്രോഡക്റ്റോ
എന്തെങ്കിലും പല പല പർപ്പസിലുള്ള. അപ്പോൾ ഇനി അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടാവും. അങ്ങനെ ഒരു സാസ് പ്രോഡക്റ്റിൻ്റെ ആവശ്യം പോലും ഇനി ഉണ്ടാവത്തില്ല. അങ്ങനെ ഒരു സാസ് പ്രോഡക്റ്റ് ഉപയോഗിക്കാതെ ഇതുപോലത്തെ ഏജൻസിനെ യൂസ് ചെയ്ത് നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് IT കമ്പനിയുടെ ഫുൾ കാര്യം താഴേക്ക് പോകുന്നു, സാസ് പ്രോഡക്റ്റിൻ്റെ താഴേക്ക് പോകുന്നു എന്നൊക്കെയാണ് ഒരു ജനറലി ഉള്ളൊരു ടോക്ക്. അപ്പോൾ ഈ വീഡിയോ ഞാൻ മുഴുവൻ കണ്ടിട്ടില്ല. ഈ വീഡിയോയിലും കൈൻഡ് ഓഫ് അതുപോലെ ഒരു കാര്യമാണ് പറയുന്നത്, ബിക്കോസ് അതിൻ്റെ താഴത്തെ ക്യാപ്ഷൻ അങ്ങനെയാണ്. ബട്ട് എൻ്റെ പേഴ്സണൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ChatGPT യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ജെമിനി യൂസ് ചെയ്യുന്നു. അതിനാണെങ്കിൽ നമ്മളൊരു പേയ്മെൻറ്റ് കൊടുത്തിട്ടല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു സബ്സ്ക്രിപ്ഷൻ ബേസിസ് പോലെ. അപ്പം സാസ് പ്രോഡക്റ്റ് ആണെങ്കിലും ഒരു എമൗണ്ട് പേ ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സാസ് പ്രോഡക്റ്റിനെക്കാട്ടിലും എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സംഭവം അതേ സാസ് പ്രോഡക്റ്റിൻ്റെ പ്രൈസിൽ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എല്ലാവരും ഈ പറഞ്ഞതല്ലേ യൂസ് ചെയ്യത്തുള്ളൂ. എന്തായിരുന്നു ഈ പറഞ്ഞ AI ഏജൻറ്റ് പോലത്തെ സർവീസ് അല്ലേ യൂസ് ചെയ്യത്തുള്ളൂ. സാസ് പ്രോഡക്റ്റിനെക്കാട്ടിലും ബെറ്റർ വേർഷനാണ്. സാസ് പ്രോഡക്റ്റിൻ്റെ അത്ര പോലും എമൗണ്ട് വരുന്നില്ല, അല്ലെങ്കിൽ സെയിം എമൗണ്ട് ആണെങ്കിൽ അതിനെക്കാട്ടിലും എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സാധനം എല്ലാവരും യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ പെർസ്പെക്റ്റീവ് മാത്രമേ എനിക്ക് തോന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി എല്ലാവരും AI അല്ലേ യൂസ് ചെയ്തുള്ളൂ. ChatGPT വന്നു, ജെമിനി വന്നു, ഇപ്പോൾ എല്ലാവരും അത് യൂസ് ചെയ്യുന്നില്ലേ. എല്ലാവരും വെബ്സൈറ്റ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്, ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്, ആപ്പ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്, കോണ്ടൻറ്റ് എഴുതാൻ യൂസ് ചെയ്യുന്നുണ്ട്, പല പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. സോ ഐ തിങ്ക് നമ്മളിപ്പോൾ ഇനി ഒരു ബെറ്റർ വേർഷൻ വന്നാൽ എല്ലാവരും അങ്ങോട്ടേക്ക് സ്വിച്ച് ചെയ്യും. അപ്പം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. സോ ഡെഫിനറ്റ്ലി അത് ജോബ്സിനെ അഫക്റ്റ് ചെയ്യും. എനിവേസ്, ഞാനിപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ. ദിസ് ഈസ് എ ഫസ്റ്റ് വീഡിയോ ഞാനിപ്പോൾ ഇങ്ങനെ എടുത്ത് നോക്കുന്നത്. ഇത് ഞാൻ ഇടാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത്, ബിക്കോസ് ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് ഞാനും കുറേ കാര്യം റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഞാനും സോഷ്യൽ മീഡിയ കാണുമ്പോൾ കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട്. ആ കാണുന്നതിൻ്റെ കണ്ടിന്യൂഷൻ ഞാൻ ഓൾറെഡി റിസർച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഐ ക്യാൻ ടോക്ക് മോർ അബൌട്ട് ഇറ്റ്. അങ്ങനത്തെ ഒരു പോയിന്റ് എനിക്ക് തോന്നിയോണ്ടാണ് ഐ തോട്ട് ലൈക്ക് ഞാൻ റീൽ കാണാം, ആ ടൈമിൽ എനിക്കും അറിയുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ട് ഞാനത് കണക്ട് ചെയ്ത് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പം ഞാൻ കണ്ട റീലെല്ലാം റാൻഡംലി വന്ന റീലാണ്. ബട്ട് മേ ബി ലൈക്ക് ഞാൻ കുറച്ച് റീൽസ് സേവ് ചെയ്ത് വെച്ചിട്ട് ആ റീൽസ് ക്ലബ് ചെയ്ത് എൻ്റെ ഇൻപുട്ടും കൂടെ വെച്ചിട്ട് ഐ തിങ്ക് ഐ ക്യാൻ ക്രിയേറ്റ് കോണ്ടൻറ്റ്. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഈ വീഡിയോ ഇടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് പറയൂ. മെസ്സായിട്ടാണ് തോന്നുന്നതെങ്കിൽ ഐ കാൻ ഡു എനിത്തിങ്, ബിക്കോസ് അങ്ങനെയാണ് ഈ വീഡിയോൻ്റെ ഒരു ഫോമാറ്റ്. ബട്ട് അത് ഞാൻ മാക്സിമം ഓർഗനൈസ് ചെയ്യാൻ നോക്കാം. അതായത് ഞാൻ വേണമെങ്കിൽ കുറച്ച് റീൽസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ആ റീൽസ് മാത്രം എടുത്തിട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ റാൻഡമൈസ് ചെയ്തതാണ്. ലെറ്റ് മീ നോ വാട്ട് യു ഫീൽ. ഓക്കെ, സോ എൻ്റെ ഈ സാധനത്തിൻ്റെ ചാർജും തീരാറായി. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തതിൻ്റെ മെയിൻ റീസൺ കൂടെ ഞാൻ കാണിച്ചു തരാം. ഞാനൊരു ക്യാമറ കുറേ നാൾക്ക് മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നു. കാണാൻ പറ്റുന്നുണ്ടോ? ഇത് എവിടെയാണ് ഇത് കാണുന്നത്? ഓക്കെ, ഇത് ഞാൻ തന്നെ. ഇത് ബാക്ക് ക്യാമറ. ഓ മൈ ഗോഡ്, ഇതാണ് ഇവിടെ. ഇതിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഈ സാധനം ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് കുറേ നാളായി. അപ്പോൾ എനിക്കൊരു കുറ്റബോധം, ഇത് ഞാൻ യൂസ് ചെയ്യുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ വീഡിയോ ചെയ്യാം. അപ്പോൾ എനിക്ക് കുറച്ച് സമാധാനം വരും ഇത് യൂസ് ചെയ്തു എന്നുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഇത് മറ്റേ ചില്ലിട്ട് വെക്കേണ്ടി വരും. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. സോ നെക്സ്റ്റ് വീഡിയോ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല, ബട്ട് സ്റ്റിൽ ഇത് പോസ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഇഫ് യു ലൈക്ക് ദ വീഡിയോ ലെറ്റ് മീ നോ. ഓൾസോ ലൈക്ക് ഞാനിപ്പോൾ പറഞ്ഞ 2 ഓപ്ഷൻ ഉണ്ടല്ലോ. ഇതുപോലെ ഒരു ഭയങ്കര പ്രിപ്പറേഷൻ ഇല്ലാതെ റാൻഡംലി കാണുന്ന റീൽസ് എടുത്ത് ചെയ്യണോ, അതോ പ്രോപ്പർലി പ്രിപ്പയർ ചെയ്ത് കുറച്ച് റീൽസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ആ റീൽസിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ എന്നെ ഇൻഫോം ചെയ്യാം. സോ ഓക്കെ, ബൈ.